മോദിജിക്ക് എന്താ പ്രാന്താണോ? ഞങ്ങളെന്താ സൂസൈഡ് സ്ക്വാഡാണോ? ഞങ്ങൾക്ക് മത്സരിച്ച് ജയിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾക്കത് ഇങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കില്ലേ? ഞാനെന്താ ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ വട്ടാണോ എനിക്ക്? ഇതെന്താണ്? ഇതിൽ ഒരു കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ ഇതിൽ ഒരു തർക്കം, ഒരു ലോജിക്കില്ല ഈ പറയുന്ന കാര്യം. അതല്ലേ ഞാൻ പറയുന്നത്. ഇത് എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ സമ്മതിക്കുന്നത്? ഇത് ഞാൻ പറയുന്നു, അവർ ഒരു ഡിബേറ്റ് നടത്തട്ടെ. ഇന്ന് യു പിയിലൊരു സർക്കാരുണ്ടല്ലോ, ഹിമാചൽ പ്രദേശിലെ സർക്കാരുണ്ട്, മഹാരാഷ്ട്രയിലെ സർക്കാരുണ്ട്, കർണാടകയിലെ സർക്കാരുണ്ട്, കേരളത്തിൽ സർക്കാരുണ്ട്, തമിഴ്നാട്ടിൽ സർക്കാരുണ്ട്. ഇവരെല്ലാം എക്കണോമിക് പെർഫോമൻസ് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അതീവ ട്രെയിനിൻ്റെ അവർക്ക് കാശുണ്ട്? എന്തുകൊണ്ട് തമിഴ്നാടിൻ്റെ കോസ്റ്റിൽ കടലാക്രമണത്തിൻ്റെ എതിരെ കടൽ സീ വോൾ ഉണ്ടാക്കാൻ അവർ 30% കാശ് കൊടുക്കുന്നുണ്ട്? ഇവിടെ എന്താ ചെയ്യാത്തത്? 500 കിലോമീറ്റർ ദൂരമല്ലേ? അതും BJP സർക്കാരല്ലല്ലോ. അവർക്കെന്താ ഒരു പ്രശ്നമില്ലല്ലോ? ഇവിടെ എന്താ പ്രശ്നം? ഇത് അങ്ങനെ വിട്ടുകൊടുക്കരുത്. എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതെല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മാധ്യമ സുഹൃത്ത് ഒന്ന് പുഷ് ചെയ്യണം, അവരൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് എന്തുകൊണ്ട് എന്താ നരേന്ദ്രമോദിജിക്ക് എന്താ പ്രാന്താണോ? ഇവിടെ ഒരു NDA പാർട്ടി മുന്നണി മത്സരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡെലിബറേറ്റ്ലി ഈ ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി ഒന്നും കൊടുക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമോ? അല്ല, ഒന്ന് ആലോചിക്കൂ. ഇതെന്താ സെൻസ്? ആരാ പറഞ്ഞത്? അല്ലല്ല, അതൊന്നല്ല. അത് പിന്നെ ഞാനിതിനായിരിക്കുന്നു. ഇവിടെ പ്രതീക്ഷ ഇല്ലെങ്കിൽ ഞാനിതിനായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എയിംസ് നോക്കൂ നിങ്ങൾ. ഇത് അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇതെല്ലാം കുറച്ച് പരിശോധിക്കണം. എയിംസ് 2017 പ്രഖ്യാപിച്ചതാണ്. കോഴിക്കോട്, മധുരൈ എയിംസ് അത് തമിഴ്നാട്ടിലാണല്ലോ, BJP സർക്കാരിലല്ലോ. അത് ഉണ്ടാക്കി പേഷ്യൻസ് വരുന്നു, ആയിരക്കണക്കിന് പേഷ്യൻസ് വരുന്നു, പോകുന്നു. എന്താ കോഴിക്കോട് ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ആവാത്തത്? ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ആയെന്ന് ഇന്ന് പറയുന്ന ആര്? P. രാജീവ്. എന്നാൽ പിന്നെ 10 തവണ മുഖ്യമന്ത്രി ഡൽഹി പോയതല്ലേ? എല്ലാ മന്ത്രിമാർ കാണുന്നുണ്ടല്ലോ. എന്താ നഡ്ഡാജിയെ കാണാത്തത്? നിതിൻ ഗഡ്കരിജീനെ കാണുന്നുണ്ടല്ലോ, രാജ്നാഥ് സിംഗിനെ കാണുന്നുണ്ടല്ലോ, അശ്വിനി വൈഷ്ണവിനെ കാണുന്നുണ്ടല്ലോ. പിന്നെന്താ നഡ്ഡ കാണാത്തത്? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണ്ടേ എൻ്റെ ലാൻഡ് റെഡിയാണ്? കാരണം റെഡിയല്ല. ലാൻഡ് അക്വിസിഷൻ ഇതുവരെ നടന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. 60% ലാൻഡ് എക്വയർ ചെയ്തിട്ടുള്ളൂ. ബാക്കി നോട്ടീസ് പോയിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടില്ല.